ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടയും പൊട്ടറ്റോയും ഇട്ടുള്ള കറിയാണ്. അതിന് വേണ്ടിയിട്ട് 4 മുട്ട ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഈ ഒരു സൈസിൽ പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സവോള ഇതുപോലെ ചതുരത്തിൽ കട്ട് ചെയ്തത്. പിന്നെ വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത്, 3 പച്ചമുളക് ചതച്ചത്, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് വേണ്ട പൊടികൾ: 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1.25 കപ്പ് നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണിത്, 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ. പാൻ ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോഴേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടിത്തുടങ്ങുമ്പോഴേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. ഒരു 3 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 മിനിറ്റ് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കാം. യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ 1 കപ്പ് വെള്ളം ഞാൻ തിളച്ച വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. തിളച്ച വെള്ളം ഇതിലേക്ക് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്തു പോവുകയും ചെയ്യും. ഈ വെജിറ്റബിൾ കല്ലിച്ചു പോകത്തില്ല. ഇനി ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഈ 10 മിനിറ്റ് ഇത് വേവിച്ചെടുത്തത്. ഇനി ഇതിൻ്റെ അടപ്പ് മാറ്റി നോക്കാം. പൊട്ടറ്റോയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിന് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. മുട്ടയും പൊട്ടറ്റോയും ഇട്ട് വെച്ച കറിയുടെ തയ്യാറായി. ഇത് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.